നമസ്കാരം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്കൂൾ കലോത്സവത്തിലെ ആദ്യ ദിനത്തിലുള്ള ഒരു അവലോകനമാണ് ആദ്യം. 26ാമത് തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തെ ഗുരുഭവനപുരി ആവേശത്തോടെ ഏറ്റെടുക്കുന്ന കാഴ്ചകളാണ് കലാമേളയുടെ ആദ്യ ദിനത്തിൽ പ്രകടമായത്. ഗുരുവായൂരപ്പ സ്തോത്രങ്ങളും കീർത്തനങ്ങളും ഉയർന്നു കേൾക്കാറുള്ള ക്ഷേത്രനഗരി കലയുടെ ദുന്ദുഭിനാദത്താൽ മുഖരിതമാകുകയായിരുന്നു. 7 കേന്ദ്രങ്ങളിലായി 32 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ 7000-ലധികം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. പന്ത്രണ്ട് ഉപജില്ലകളിലെ 326 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മേളയെ സജീവമാക്കുന്നത്. ആദ്യ ദിനത്തിലെ താളപ്പിഴകൾ കാര്യമായി അനുഭവപ്പെടാതിരുന്ന കലോത്സവമെന്ന സവിശേഷത സംഘാടക മികവിനുള്ള അംഗീകാരം കൂടിയാണ്. സമയക്രമത്തിലെ പാളിച്ചകളും വേദികളുടെ ദൂരക്കൂടുതലും കോഴവിവാദവുമെല്ലാം പലയിടങ്ങളിലായി ഉയർന്നു കേട്ടെങ്കിലും മേളയുടെ ആദ്യ ദിനത്തിന്റെ ആവശ്യത്തെ അതൊന്നും പ്രതികൂലമായി ബാധിച്ചില്ല. വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണത്തിനായി ഏറെ നേരം വെയിലത്ത് കാത്തുനിൽക്കേണ്ടി വന്നപ്പോൾ സംഘാടക സമിതിയുടെ ക്രിയാത്മക ഇടപെടൽ പ്രകടമായി. തണലത്തേക്ക് കവാടവും ക്യൂ സംവിധാനവും പുനഃക്രമീകരിച്ചതോടെ ഇക്കാര്യത്തിന് പരിഹാരമായി. പ്രധാന വേദിയായ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മോഹിനിയാട്ടം, കേരള നടനം, തിരുവാതിരക്കളി എന്നീ ഇനങ്ങൾ അരങ്ങേറിയത്. ഊട്ടുപുരയും മീഡിയ റൂമുമെല്ലാം പ്രധാന വേദിയിലാണ് സജ്ജമാക്കിയത്. ടൗൺഹാളിൽ ദഫ്മുട്ട്, അറവനമുട്ട് എന്നീ മാപ്പിള കലാരൂപങ്ങൾ അരങ്ങേറി. ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രരചന, കാർട്ടൂൺ, സാഹിത്യ മത്സരങ്ങൾ എന്നിങ്ങനെയുള്ള സ്റ്റേജ് ഇതര മത്സരങ്ങൾ അരങ്ങേറി. 3ാം തവണ ഗുരുവായൂരിൽ വിരുന്നെത്തുന്ന റവന്യൂ ജില്ലാ കലോത്സവം ക്ഷേത്രനഗരിയെ അക്ഷരാർത്ഥത്തിൽ കലോത്സവ നഗരിയാക്കി മാറ്റിയിരിക്കുകയാണ്. ചെമ്പൈ സംഗീതോത്സവമടക്കമുള്ള ഒട്ടനവധി കലാപ്രകടനങ്ങൾക്കും മഹാന്മാരായ ഒട്ടേറെ കലാകാരന്മാർക്കും ഇടം നൽകിയിട്ടുള്ള ഗുരുവായൂരപ്പ സന്നിധി കൗമാര കലാമാമാങ്കത്തിന്റെ ശ്രീകോവിലായി മാറിത്തീരുകയാണ്. കലോത്സവ വേദിയിൽ നിന്നും ജിയോ സണ്ണി, ടീം TCV. മറ്റ് കലോത്സവങ്ങളെപ്പോലെ ഈ കലോത്സവവും വിവാദങ്ങളിൽ നിന്ന് പൂർണ്ണ വിമുക്തമല്ല. വിധികർത്താക്കളെ ഭീഷണിപ്പെടുത്തിയെന്നും കോഴ വിവാദവും ഈ കലോത്സവത്തിലും ഉയർന്നു. കലോത്സവത്തിന്റെ വിധികർത്താക്കൾക്ക് വധഭീഷണിയുടെയും വാഗ്ദാനത്തിന്റെയും പ്രളയം. ഫോൺ മുഖാന്തരം ലഭിച്ച ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നൃത്താധ്യാപികയായ കലാമണ്ഡലം ഷീന പ്രദീപ്, ബാൻഡ് മാസ്റ്റർമാരായ ജോൺസൺ, സതീഷ് ചന്ദ്രൻ, മാധവൻ എന്നിവർക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. തങ്ങൾ പറയുന്നവരെ 1ാം സ്ഥാനത്തെത്തിച്ചാൽ 50,000 രൂപ നൽകാമെന്നായിരുന്നു വാഗ്ദാനം തിരസ്കരിച്ചാൽ കൊലപ്പെടുത്തുമെന്നും സന്ദേശത്തിലുണ്ട്. വ്യത്യസ്ത മൊബൈൽ ഫോണിൽ നിന്നാണ് സന്ദേശം. കൂടാതെ ഫോണിൽ വിളിച്ചും ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. സന്ദേശം ലഭിച്ച വിധികർത്താക്കളെല്ലാം പ്രോഗ്രാം കമ്മിറ്റിക്ക് പരാതി നൽകി. കൂടാതെ ഗുരുവായൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ലോക്കൽ പോലീസും ഇന്റലിജൻസ് വിജിലൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചു. സംഭവം സംബന്ധിച്ച് ഗുരുവായൂർ ACP RK ജയരാജിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം വിധി നിർണയം സംബന്ധിച്ച് പരാതി നിലനിൽക്കുന്നതിനാൽ കലോത്സവ വേദി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ്. TCV ന്യൂസ്, ഗുരുവായൂർ. പങ്കാളിത്തം കൊണ്ട് സജീവമായത് ഊട്ടുപുരയാണ്. 4 രാപ്പകലുകളിൽ കലോത്സവ വേദിയിലെ അടുപ്പിന് കർട്ടനില്ല. തുടർച്ചയായി 7ാം വർഷവും നെല്ലങ്കര സുരേഷ് ബാബുവാണ് കലവറ കൈയാളുന്നത്. ഞായറാഴ്ച രാവിലെ തീ പകർന്ന അടുപ്പിൽ സദാ വിഭവങ്ങൾ ഒരുങ്ങുകയാണ്. കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ 4000-ലധികം പേർ ഉച്ചഭക്ഷണം കഴിച്ചതായി നെല്ലങ്കര ബാബു പറയുന്നു. എല്ലാ ദിവസവും ഉച്ചയൂണിന് പായസമുണ്ട്. സാമ്പാർ, കൂട്ടുകറി, തോരൻ, രസം, നാരങ്ങാക്കറി, പപ്പടം, ഗോതമ്പ് പായസം എന്നിങ്ങനെയാണ് ആദ്യ ദിനത്തിലെങ്കിൽ രസകാളൻ, മെഴുക്കുപുരട്ടി, ഓലൻ തുടങ്ങിയ വിഭവങ്ങളാണ് രണ്ടാം ദിന സദ്യയിൽ.
ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വിഭവങ്ങളാണ് ഇവ എന്ന പ്രത്യേകതയുണ്ട്. 3 നേരവുമുള്ള ഭക്ഷണത്തിനു പുറമെ 4 മണിക്ക് ചായയും പലഹാരവുമുണ്ട്. 4 സംസ്ഥാന കായികമേളകളിലും 5 ശാസ്ത്രമേളകളിലും 99-ൽ പാലക്കാട് സംസ്ഥാന കലോത്സവത്തിലും സദ്യയൊരുക്കിയ അനുഭവമുള്ള നെല്ലങ്കര ബാബുവിനെ രുചിയുടെ കാര്യത്തിൽ അപ്പീലില്ല. പ്രശസ്ത പാചക വിദഗ്ധൻ അമ്പിസ്വാമിയുടെ ശിഷ്യനാണ് നെല്ലങ്കര ബാബു. ഇതേസമയം ഭക്ഷണത്തിനായി ഏറെ നേരം വരി നിൽക്കേണ്ടി വരുന്നു എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. വേദികൾ തമ്മിലുള്ള അകലം മൂലം പല മത്സരാർത്ഥികളും ഊട്ടുപുരയിൽ എത്തുന്നുമില്ല. ഇവർ പൊതിച്ചോറുമായാണ് കലോത്സവത്തിനെത്തുന്നത്. വരും ദിവസങ്ങളിൽ ഊട്ടുപുരയിലെ പരാതികൾ പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. കേരളത്തിന്റെ സ്വന്തം തിരുവാതിരക്കളി കലോത്സവത്തിലെ ആദ്യ ദിനത്തിലെ ഒരിനമായിരുന്നു. പക്ഷേ ദശപുഷ്പമില്ലാതെ എന്ത് തിരുവാതിരക്കളി? മംഗല്യ സൗഭാഗ്യത്തിനും ഭർത്താവിന്റെ ക്ഷേമൈശ്വര്യങ്ങൾക്കുമായി തിരുവാതിര നോറ്റ് ഒന്നിച്ച് ചുവടുവെക്കുന്ന അനുഷ്ഠാന കലാരൂപമായതിനാൽ അതിന്റെ തനിമ നിലനിർത്തുകയെന്നതാണ് കലോത്സവ വേദിയിലെത്തുന്ന സംഘങ്ങൾക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി. ദശപുഷ്പം ചൂടിയെത്തുന്ന അനുഷ്ഠാനം മത്സരവേദിയിലും അതിന്റെ തനിമയോടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ദശപുഷ്പം കണ്ടെത്തിപ്പിടിക്കുക എന്നത് മിക്ക സംഘങ്ങളെയും കുഴപ്പിക്കുന്ന സംഗതിയാണ്. പണ്ട് നാട്ടിൻപുറങ്ങളിലും തൊടികളിലും സുലഭമായിരുന്ന ദശപുഷ്പങ്ങൾ പുതിയ കാലത്തിന് കണി കാണാൻ പോലും കിട്ടാത്ത അവസ്ഥയാണിന്ന്. കറുക, ചെറുള, ഉഴിഞ്ഞ, കൃഷ്ണകാന്തി, മുക്കുറ്റി, പൂവാങ്കുറുമ്പൻ, മുയൽ ചെവിയൻ, തിരുതാളി, നീലപ്പന, കയ്യോന്നി എന്നിവയെല്ലാം അടങ്ങുന്നതാണ് ദശപുഷ്പങ്ങൾ. തിരുവാതിരനാളിൽ പ്രസക്തിയേറുന്ന ഈ ചെടികൾ മിക്കവയും ഏറെ ഔഷധ പ്രാധാന്യമുള്ളവയാണ്. തിരുവാതിര നാളൊഴിച്ചാൽ ഇത്തരം ചെടികൾക്ക് ആവശ്യമേറുന്നത് കലോത്സവ നാളുകളിലാണ്. ചുവടുവയ്ക്കുന്ന 8 പേരും പാട്ടുപാടുന്ന 2 പേരുമടക്കം ഒരു ടീമിലെ 10 പേർക്ക് ദശപുഷ്പങ്ങൾ കണ്ടെത്തുക എന്നത് ഏറെ ശ്രമകരമാണെന്നും തികയാതെ വന്നാൽ തുളസി ഒപ്പം വെച്ച് എണ്ണം തികക്കുകയാണ് പതിവെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു. ദശപുഷ്പം എന്ന് പറഞ്ഞാൽ 10 പുഷ്പങ്ങളാണ്. അത് 10ഉം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതായത് കറുക ഒക്കെ ഉണങ്ങിപ്പോയി തുടങ്ങും. കറുക, ചെറുള, മുക്കുറ്റി, തിരുതാളി, നെൽപ്പന, ഉഴിഞ്ഞ, കൃഷ്ണക്രാന്തി എല്ലാം ഒരുപോലെ കിട്ടില്ല. അപ്പൊ നമ്മൾ അതിന് പകരം കിട്ടാത്ത പൂവിന് പകരം തുളസി വെക്കും. അങ്ങനെയാണ് പണ്ടത്തെ നിയമം. മാല കെട്ടും. ദശപുഷ്പം 10 മാല ചൂടണം എന്നൊക്കെയാണ് പറയാ മംഗളകർമ്മങ്ങൾ വരുമ്പോ. അപ്പൊ അതിന് ഈ 10ഉം കിട്ടാതെ വരുമ്പോ ഇടയിൽ മാല കെട്ടാൻ നമ്മൾ തുളസിയാണ് ഉപയോഗിക്കുക. തിരുവാതിരക്കളി ഒരു അനുഷ്ഠാന കലയാണ്. അതൊരു ആഘോഷം മാത്രമല്ല, മംഗല്യ സ്ത്രീകളും കന്യകമാരും അനുഷ്ഠിക്കുന്ന ഒരു കലയാവുക. കാരണം ഏത് മംഗല്യകർമ്മത്തിനും നമ്മൾ ദശപുഷ്പം വെക്കും. മുല്ലമാല പണ്ട് നിർബന്ധമുള്ള കാര്യമല്ല. തിരുവാതിരക്കളിയുടെ ദശപുഷ്പത്തിന്റെ കാര്യത്തിൽ നേരിടുന്ന വെല്ലുവിളി ചൂടുകളുടെയും പാട്ടിന്റെയും വേഷവിധാനങ്ങളുടെയും തനിമയെ ചൊല്ലി പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട്. 2 വർഷം മുമ്പ് തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിരുവാതിരക്കളിയുടെ തനിമ നഷ്ടമാകുന്നുവെന്ന ആരോപണവുമായി വേദിക്ക് സമീപം പ്രതിഷേധ തിരുവാതിരക്കളി അരങ്ങേറിയിരുന്നു. തൊടികളും നാട്ടുപൂക്കളും ഇല്ലാതാകുന്ന പുതിയ കാലത്ത് അനുഷ്ഠാനത്തിന്റെ തനിമ കൈവിടാതിരിക്കണമെങ്കിൽ വരും കാലങ്ങളിൽ പ്ലാസ്റ്റിക് ദശപുഷ്പങ്ങൾ വേണ്ടിവരുമെന്നതാണ് തിരുവാതിരക്കളി സംഘങ്ങളുടെ അടക്കം പറച്ചിൽ. ജിയോ സണ്ണി, ടീം TCV. സമകാലീന കേരളവും സമകാലീന രാഷ്ട്രീയവും പരിഹസിച്ചുള്ളതായിരുന്നു കാർട്ടൂൺ ചിത്രരചന. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ചിത്രരചന ഓരോ വിഭാഗങ്ങളിലും കുറിക്കുകൊള്ളുന്ന അമ്പുകളായി മാറി. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ കാർട്ടൂൺ ചിത്രരചന മത്സരത്തിലാണ് കൗമാര മനസ്സിന്റെ അറിവും കുസൃതിയും കൈകോർത്തത്. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി തലത്തിലും 12 പേർ വീതമാണ് മത്സരത്തിനുണ്ടായിരുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തൊഴിലിന്റെ മഹത്വം മറക്കുന്ന മലയാളി,
ഹൈസ്കൂളിൽ സമകാലീന രാഷ്ട്രീയം എന്നിവയായിരുന്നു പ്രമേയം. മാവേലിക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ കേരളം ഉത്തരേന്ത്യൻ തൊഴിലാളികളാൽ നിറഞ്ഞതായിരുന്നു ഒരു മിടുക്കന്റെ കാർട്ടൂൺ. വീട്ടിൽ പട്ടിണിയാണെങ്കിലും കൂലിപ്പണിയെടുക്കാനുള്ള മലയാളികളുടെ ദുരഭിമാനം ഒരു കാർട്ടൂണിൽ പരാമർശിച്ചപ്പോൾ പാടത്തെ ബംഗാളികളുടെ തിരക്കും മദ്യഷാപ്പിന് മുന്നിലെ മലയാളികളുടെ തിരക്കും ഒരു മത്സരാർത്ഥി വരച്ചുവെച്ചു. ഉത്തരേന്ത്യക്കാർ തൊഴിലെടുക്കുമ്പോൾ മറുവശത്ത് മലയാളികൾ വേതനവർദ്ധനവും തൊഴിലാളി ഐക്യവും ആവശ്യപ്പെട്ട് സമരം നടത്തുന്നതായിരുന്നു മറ്റൊരു കാർട്ടൂൺ ചിത്രം. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ സമകാലീന രാഷ്ട്രീയത്തിൽ സോളാറും സരിതയുമായിരുന്നു താരം. രാഷ്ട്രീയ നേതാക്കൾ കണക്കിന് പരിഹസിക്കപ്പെട്ടപ്പോൾ കാർട്ടൂണിൽ VS-നെ സൂപ്പർമാനാക്കി വരച്ചിട്ടു. ഇനി പ്രധാനമന്ത്രിയാകാനില്ലെന്ന മൻമോഹൻ സിംഗിന്റെ പരാമർശത്തിനുമുണ്ടായി കാർട്ടൂൺ. ടയറുകൾ നഷ്ടപ്പെട്ട കാറിന്റെ സ്റ്റിയറിംഗ് പറിച്ചെടുത്ത് മൻമോഹൻ രാഹുലിന് നൽകുന്നതായിരുന്നു ആ കാർട്ടൂൺ. കസ്തൂരി രംഗനും കാർട്ടൂണിൽ പരാമർശിക്കപ്പെട്ടു. രാഷ്ട്രീയത്തിലും സമകാലീന സംഭവങ്ങളിലുമുള്ള കൗമാരത്തിന്റെ അറിവും വരയുടെ മിടുക്കും പങ്കുവയ്ക്കുന്നതായിരുന്നു ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നടന്ന കാർട്ടൂൺ ചിത്രരചനാ മത്സരം. കലോത്സവ വാർത്തകളിൽ ഇനിയൊരു ഇടവേളയാണ്. കലോത്സവത്തിൽ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള ട്രോഫികളെത്തി. പക്ഷേ കലോത്സവം നടത്താനുള്ള മിടുക്ക് ഈ ട്രോഫികൾ സമ്മാനിക്കുന്നതിൽ കാണുന്നില്ല. 1300-ൽ പരം ട്രോഫികളാണ് വിജയികൾക്ക് നൽകാൻ എത്തിച്ചിട്ടുള്ളത്. ഇതിൽ 300 റോളിംഗ് ട്രോഫികളും ഒന്നാം സ്ഥാനക്കാർക്ക് നൽകാനുള്ള 800ഓളം ട്രോഫികളും ഉൾപ്പെടും. ഒന്നാം സ്ഥാനക്കാർക്ക് ലഭിക്കുന്ന ചെറിയ ട്രോഫികൾ തിരിച്ചു നൽകേണ്ടതില്ല. മറ്റു ട്രോഫികൾ മുൻവർഷത്തെ ജേതാക്കൾ ഓരോ കലോത്സവത്തിനും എത്തിക്കുകയാണ് പതിവ്. ഇതേസമയം മത്സരങ്ങൾ നടത്താനുള്ള ആർജവം ട്രോഫികൾ നൽകുന്ന കാര്യത്തിൽ കലോത്സവ കമ്മിറ്റിക്കില്ല. 13,000 രൂപയാണ് ഇത്തവണ ട്രോഫി കമ്മിറ്റിക്കായി നൽകിയിട്ടുള്ളത്. ഒന്നാം സ്ഥാനക്കാർക്ക് നൽകുന്ന ചെറിയ ട്രോഫിക്ക് പോലും 35 രൂപ വരുമെന്ന് കമ്മിറ്റി പരിഭവിക്കുന്നു. കാലപ്പഴക്കത്താൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട നിലയിലാണ് വലിയ ട്രോഫികൾ. ശ്രീകൃഷ്ണ സ്കൂളിലാണ് വിജയികളെ തേടി ട്രോഫികൾ കാത്തിരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ കവിതാലാപനത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ച ശാംഭവിയുടെ വാർത്ത കാണാം. കള്ളിയങ്കാട്ടെ കറുത്ത നീലി നീലി നിന്റെ കണ്ണുകളിലിപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നു. അച്ചിരി രാമചന്ദ്രന്റെ നീലി എന്ന് പറഞ്ഞ കവിത പങ്കെടുത്തിട്ടുണ്ട്. മലയാളം കവിത ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇന്ന് സംസ്കൃത പദ്യം ഉണ്ടായിരുന്നു, അതിന് A ഗ്രേഡ് ഉണ്ട്. പിന്നെ നാളെ അഷ്ടപതി സംസ്കൃത ഗാനാലാപനം. മലവേടക്കിടാത്തിയുടെ കല്ലുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു. കള്ളിയങ്കാട്ടെ കറുമ്പിനി കവിതയുടെ മുന്നിലുരിയാടുക സമസ്തം. എന്നും ഉത്സവങ്ങളുള്ള ഗുരുഭവനപുരി ഇപ്പോൾ കലയുടെ ഉത്സവ ലഹരിയിലാണ്. വ്യാഴാഴ്ച 9 വേദികളിലുള്ള മത്സരങ്ങളോടെയാണ് ഈ കലയുടെ ഉത്സവത്തിന്റെ കൊടിയിറക്കം നടക്കുക. ക്ഷേത്രനഗരമായ ഗുരുഭവനപുരിയിലെ കാറ്റിൽ പോലും ഇപ്പോൾ നൂപുരധ്വനിയുണ്ട്. പാട്ടിന്റെ താളമുണ്ട്. ഞൊറിഞ്ഞെടുത്ത കസവു ചേലകളിൽ മോഹിനിയാട്ടത്തിന്റെ ചന്തമുണ്ട്. 4 നാളുകൾ ഗുരുഭവനപുരി ഈ കലാരസത്തിലാണ്. കൗമാരകലയുടെ ഉത്സവത്തിന് കൊടിയിറങ്ങുമ്പോൾ പുതിയ പ്രതിഭകളെ അറിയാം. വേദികളിൽ വിവിധ രാഗങ്ങൾ പല കാലങ്ങളിൽ പെയ്തൊഴിയുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട മോഹിനിയാട്ടം, കേരള നടനം, തിരുവാതിരക്കളി. കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രധാന വേദികൾ മലയാള തനിമയുടേതായിരുന്നു. പരാതികളില്ലാതെ കലോത്സവമൊരുക്കാൻ സംഘാടകരും ജാഗ്രതയോടെയുണ്ട്. വളരെ മനോഹരമായി ഒരു പരാതിയുമില്ലാതെ കലോത്സവം ഭംഗിയായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണശാലയിൽ ഒരു പരാതിയുമില്ലാതെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. എല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി വളരെ ഭംഗിയായി ഇതുവരെ കലോത്സവം നടന്നു വരികയാണ്.
ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ സദാ എത്തിച്ചേരുന്ന റോഡുകളിൽ തിരക്കൊഴിവാക്കാൻ പോലീസ് സാന്നിധ്യമുണ്ട്. SPC, NCC കേഡറ്റുകൾ വിവിധ വേദികളുടെയും കവാടങ്ങളുടെയും ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. 12 ഉപജില്ലകൾ, 326 വിദ്യാലയങ്ങൾ, 7000-ഓളം മത്സരാർത്ഥികൾ, 7 കേന്ദ്രങ്ങളിലെ 32 വേദികളിൽ മത്സരങ്ങൾ. ഇവിടെ എല്ലാവർക്കും കലയെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ഇത് സാമ്പിൾ മാത്രം, യഥാർത്ഥ ഉത്സവത്തിനായുള്ള ഒരുക്കം മാത്രം. അത് പാലക്കാടാണ്. ജനുവരി 19 മുതൽ 25 വരെ ആ പൂരത്തിനുള്ള പ്രതിഭകളാണ് ഇവിടെ ഒരുങ്ങുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണക്കപ്പ് തൃശൂരിന് വീണ്ടും സമ്മാനിക്കാനുള്ള പ്രതിഭകൾ. കാത്തിരുന്ന് കാണാം. കഥ സംവിധാനം അച്ഛൻ, രംഗസംവിധാനം അമ്മ, മകൻ അഭിനേതാവ്. ഒരു വസന്തകാലത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന UP നാടകം ഒരു കുടുംബ നാടകമായി മാറി എന്ന് പറഞ്ഞാലും തെറ്റില്ല. മമ്മിയൂർ LF സ്കൂൾ UP വിഭാഗത്തിനു വേണ്ടി ഒരുക്കിയ നാടകത്തിനാണ് ഒരു കുടുംബം മുഴുവൻ അണിയറയിലും അരങ്ങിലും നിരന്നത്. നാടകത്തിന്റെ കഥയും സംവിധാനവും നിർവഹിച്ചത് മമ്മിയൂർ സ്വദേശി ബൈജു ആണ്. നാടകാവതരണത്തിനുള്ള രംഗവേദിയും നാടകത്തിനുള്ള മറ്റു രൂപങ്ങളും ഒരുക്കിയത് ബൈജുവിന്റെ ഭാര്യ സ്വപ്ന. മകൻ 7ാം ക്ലാസ്സുകാരൻ അജിത് കൃഷ്ണൻ അഭിനേതാവും. നാടകത്തിനോടുള്ള പ്രിയം ചെറുപ്പം മുതലേ ഉണ്ടെന്ന് ബൈജു പറയുന്നു. നാടകത്തിന്റെ രചനയും സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഞാനാണ്. പിന്നെ എന്റെ വൈഫാണ് ഈ നാടകത്തിന്റെ എല്ലാ സെറ്റും കോസ്റ്റ്യൂംസും ഒക്കെ തയ്യാറാക്കുന്നത്, കർട്ടൻസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് വൈഫാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. പിന്നെ മകൻ കഴിഞ്ഞ 3 വർഷമായിട്ട് മകൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളൊരു ഫാമിലി, ഒരു കുടുംബ നാടകം എന്നൊക്കെ പറയാം. കുട്ടിക്കാലം മുതൽ എന്റെ ഒരു അഭിരുചി എന്റെ മകനിലൂടെ ഞാൻ അത് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു വസന്തകാലത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന നാടകം പറയുന്നത് എൻഡോസൾഫാൻ ദുരന്തത്തെക്കുറിച്ചാണ്. കലോത്സവത്തിലെ ആദ്യ ദിനം തന്നെയായിരുന്നു മാപ്പിള കലാരൂപമായ അർബനമുട്ടും ദഫ്മുട്ടും. ഏറെ ശ്രദ്ധേയമായിരുന്നു ടൗൺ ഹാളിൽ അരങ്ങേറിയ ഈ മത്സരങ്ങൾ. കലോത്സവത്തിലെ ബാൻഡ് മേളം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇനമാവണമെന്നില്ല. പക്ഷേ പലർക്കും ബാൻഡ് മേളം വളരെ ഇഷ്ടമാണ്. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുകയും ചെയ്തു ബാൻഡ് മേളം. ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ബാൻഡ് സംഘങ്ങൾ മമ്മിയൂർ LF സ്കൂൾ ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചത്.
വസ്ത്രധാരണത്തിലും ചൂടുകളിലും ഏകത പാലിച്ചവർ ബാൻഡ് വാദ്യത്തിൽ ആവേശം കലർത്തി ഗ്രൗണ്ട് കൈയടക്കുകയായിരുന്നു. ഏറെ നാളത്തെ പരിശീലനം പൂർത്തിയാക്കിയാണ് ഓരോ ബാൻഡ് സംഘവും മത്സരത്തിനെത്തിയത്. കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തിനെത്തിയ സെന്റ് ആൻസ് സ്കൂൾ ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ പ്രകടനം കാണാൻ മറ്റ് ബാൻഡ് സംഘങ്ങളും ഗ്രൗണ്ടിൽ നേരത്തെ ഇടം പിടിച്ചിരുന്നു. കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിന്റെ ചന്തം ഒന്നാം വേദിക്ക് സ്വന്തം. കലോത്സവ വാർത്തകൾ അവസാനിക്കുന്നില്ല. അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം.